ഹേ ഗായ്സ്, സോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി ചില്ലി ചിക്കൻ റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ മസ്റ്റ് 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 ട്രൈ ആണ്. ചിക്കൻ ഫ്രൈ ചെയ്തിടുക, അങ്ങനത്തെ കഷ്ടപ്പാടൊന്നും വേണ്ട. പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മൾ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഞാൻ ഒരിക്കലും കോക്കനട്ട് ഓയിൽ പ്രിഫർ ചെയ്യില്ല, കാരണം അതിന് വേറൊരു ടേസ്റ്റാണ്. നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കാൻ നേരത്ത് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇങ്ങനത്തെ ചൈനീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് കുറച്ചും കൂടെ ബെറ്റർ. കുറച്ചും കൂടെ അല്ല, നല്ല ബെറ്റർ അതാണ്. സോ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതൊന്ന് ചൂടായതിന് ശേഷം സവാള ഇടുക. ഇപ്പോൾ എൻ്റെ അടുത്ത് ആകെ ഒരു 100 ഗ്രാംസ് 150 ഗ്രാംസ് ചിക്കൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സവാളയാണ് എടുത്തേക്കണത്. 2 സവാള ക്യൂബ്സായിട്ട് ഇടുക. ബിഗിനേഴ്സ് ശ്രദ്ധിക്കുക, കൈ താഴ്ത്തിയിടുമ്പോൾ കൈ പൊള്ളും. പൊക്കത്തിട്ട ഒരു പ്രാവശ്യം ഞാൻ പൊക്കത്തുനിന്ന് ഇട്ടിട്ട് എൻ്റെ മുഖത്തേക്ക് എണ്ണ തെറിച്ചു. അപ്പോൾ അത് സൂക്ഷിക്കണം. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ചെറുതായിട്ടൊരു പച്ചമണം, ഒരു 2 മിനിറ്റ്സ് ഒന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറും. അത് കഴിഞ്ഞിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴട്ടുക. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നുമല്ല, ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്, മദേഴ്സിൻ്റെ. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് നേരം വഴട്ടുക, അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ കേട്ടോ. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഒരു 2 വലിയ പച്ചമുളക് എടുക്കുക. അത് കീറി നടുവേ കീറി ഇടുക. എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒരു വലിയ ക്യാപ്സിക്കം അതും ഇതുപോലെ തന്നെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് നമ്മളതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അത് ഒത്തിരി നേരമൊന്നും വേണ്ട, ഒരു 3-4 മിനിറ്റ്സ് ആകുമ്പോഴേക്കും അതിൻ്റെയും പച്ചമണം ഒന്ന് മാറണ വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ അതെല്ലാം കൂടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കുക. അത് ഒത്തിരി അങ്ങ് വഴണ്ട് പോകണ്ട, നമുക്ക് കടിക്കാൻ പാകത്തിന് നിർത്തണം. എന്ന് വെച്ചാൽ ഒരു ക്രിസ്പി ക്രഞ്ചി ആ ഒരു രീതിയിൽ അതൊന്ന് പച്ചമണം മാറുന്ന വരെ വഴറ്റിയാൽ മതി. അതിനുശേഷം 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുക. കാശ്മീരി ചില്ലി പൗഡർ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ കളർ കിട്ടും. എൻ്റെ അടുത്ത് നോർമൽ മുളക് പൊടി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ അതിട്ടു. അതൊരു 1.5 ടീസ്പൂൺ ഇട്ടിട്ട് പിന്നെ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം കൂടെ മാറുന്ന വരെ ഇളക്കുക. അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിയതിന് ശേഷം ഒരു 5 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കുക. അതും 1 ടീസ്പൂൺ നോർമൽ സോയ് സോസ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഒത്തിരി നേരം ഇളക്കേണ്ട, ഒരു മിനിറ്റൊക്കെ നന്നായിട്ട് ഇളക്കുക. അതൊരു 2 മിനിറ്റ്സ് ഇളക്കിയതിന് ശേഷം ചിക്കൻ്റെ മാഗി ക്യൂബ്, അതൊരു 1/2 പോർഷനാണ് ഞാൻ ഇടുന്നുള്ളൂ. കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ, അപ്പോൾ നമ്മൾ ഒത്തിരിയും ഉപ്പൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 പോർഷൻ ഞാൻ ഇടുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇടുക. അപ്പം തന്നെ വെള്ളം ഒഴിച്ച് മൂടി വെക്കരുത്. എന്ന് വെച്ചാൽ ഒന്ന് ഇളക്കിയിട്ട് ഒരു 1 to 2 മിനിറ്റ്സ് ചിക്കൻ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കുക.
ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ നോക്കുക. കാരണം ആദ്യം നമ്മൾ സവാള വഴറ്റാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സോയ സോസും പിന്നെ അത് കഴിഞ്ഞിട്ട് ചിക്കൻ സ്റ്റോക്ക് ക്യൂബൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഉപ്പുണ്ട്. കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇടണം. അതും കൂടി ഇട്ടിട്ട് ഇളക്കി നമ്മൾ മൂടി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കോൺഫ്ലവർ മാത്രമാണ്. ആ ഗ്യാപ്പിൽ ഞാൻ ഇവിടെ പൊറോട്ട ഉണ്ടായിരുന്നു, ഐഡീസിൻ്റെ ഇൻസ്റ്റൻറ്റ് പൊറോട്ട. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇത് ഐഡീസിൻ്റെ ഇൻസ്റ്റൻറ്റ് പൊറോട്ട കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഔട്ടർ ലെയറൊക്കെ ഭയങ്കര ക്രിസ്പി ആയിരിക്കും. ചില്ലി ചിക്കനൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അങ്ങനെ ഞാൻ 10 മിനിറ്റിന് ശേഷം ചിക്കൻ തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ എല്ലാം വെന്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ആകെയുള്ള ഒരു പരിപാടി കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ഒഴിക്കുക. ഒരു അധികമൊന്നും വേണ്ട, കുറച്ചൊരു എന്താ പറയുക, ഒരു 1 ടീസ്പൂണൊക്കെ നമ്മൾ കലക്കി ഒഴിക്കുക. ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് തിക്നെസ് കൂടിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുവാണ്. ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. എൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് ഇതിന് കളർ കുറവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഒക്കെ എടുക്കണേല്ലേ, കുറച്ച് കളർ ഇരുന്നിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഡ്രോപ്പ് ജെൽ ഫുഡ് കളർ ഞാൻ ആഡ് ചെയ്തായിരുന്നു കേട്ടോ. അതാണ് ഇങ്ങനെ കളറായിട്ടിരിക്കുന്നത്. അത് ഓപ്ഷനിലാണ്. ഞാൻ ചുമ്മാ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഇട്ടാണ്. ഞാൻ ഒട്ടും പ്രിഫർ ചെയ്യില്ല. കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. ഒരു ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയി. ഞാൻ ഇത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഈസിയാണ്. ഞാൻ ബാംഗ്ലൂരിലേക്ക് ഒറ്റയ്ക്ക് മാറിയതിന് ശേഷം ഇത് ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം ഇത് പെട്ടെന്ന് പരിപാടി കഴിയും. സാധാരണ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ ഒത്തിരി സമയം എടുക്കും. ഇതാണെങ്കിൽ ഒന്നുമില്ല, നമുക്ക് കുറച്ച് എന്താ പറയുക ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അടിപൊളി ഉണ്ടാക്കാൻ പറ്റിയൊരു ചില്ലി ചിക്കനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആ ക്രിസ്പി പൊറോട്ടയുടെ കൂടെ ആ ചില്ലി ചിക്കൻ കഴിക്കണം. അടിപൊളിയാണ്. ബാച്ചിലേഴ്സ് പ്രത്യേകം ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.